ഹേ ഗൈസ്, അപ്പം ജനനായകൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് വാച്ച് ചെയ്യാം. വിജയുടെ ലാസ്റ്റ് മൂവിയാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഫെയർവെൽ മൂവി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് വാച്ച് ചെയ്യാം. നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ വാച്ച് ചെയ്യാം. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தொற்றுலையே சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? ഫുൾ ഓഫ് ആക്ഷൻ ആട്ടോ, നല്ല കിട്ടിലൻ ആക്ഷന്, മൊത്തത്തിൽ ആക്ഷന്. ഓ, അണ്ണൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ആന ചാടുന്നത്, ആന ഇങ്ങനെ ചാടിയിരിക്കുന്ന സാധനമുണ്ട്. കാരണം നിങ്ങൾ ട്രെയിലറിൻ്റെ 26ാമത്തെ സെക്കൻഡിൽ ശ്രദ്ധിക്കണം. 1-2 സെക്കൻഡേ ഉള്ള സാധനം. ജസ്റ്റ് ഒന്ന് ലുക്ക് ചെയ്യണേ. ഫുൾ ആക്ഷന്. അണ്ണൻ്റെ മറ്റേ സാധനം കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാ പുതിയ സാധനം. നേരത്തെ ഇതായിരുന്നു, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ തെരിക്കകത്തേക്ക് ഇതായിരുന്നല്ലോ. അപ്പം ഇതാ ഇങ്ങനെ സാധനമാക്കി. മ്യൂസിക് விஜயோட பைக்கு பின்னாடி ஏதோ பெருசா ஒண்ணு, அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது, உன்னை காப்பாத்திக்கிட்டு ஓடி போயிட்டேன். ഒരു കാര്യമേ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അണ്ണൻ ഒരു 2 മിനിറ്റ് 1ാമത്തെ സെക്കൻഡിലെ ഒരു ഫൈറ്റ് ഉണ്ട്. 2 മിനിറ്റ് ഒന്ന് കൂട്ടിയാൽ മതി. അണ്ണൻ ഈ ഒരു സാധനം എടുത്ത് നക്കുന്നുണ്ട്, ഒരു വാക്കത്തി പോലെ സാധനം എടുത്ത്. നിങ്ങൾ വാച്ച് നോക്കണം, ശ്രദ്ധിക്കണം. ജാനുവരി 9. എന്തായാലും ഇത് കട്ട ഫാൻ മൂവി ആയിരിക്കും, അത് ഉറപ്പാ. കട്ട ഫാൻ മൂവി ആയിരിക്കും. അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് തകർത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പടം കട്ട ഫാൻ മൂവി ആയിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഇടയ്ക്കൊരു പടം ഉണ്ടായിരുന്നു 2025 ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആരും അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. ഞാൻ അറിഞ്ഞില്ല, കേരളത്തിലുള്ളവർ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. OTT വന്നപ്പോഴേ ഞാൻ കണ്ടേ. അപ്പം ഞാൻ OTTക്കകത്തൂടെ ആ പടം കണ്ടപ്പം എനിക്ക് അടുത്ത റെക്കമെൻഡേഷൻ കിട്ടി. ബാലയ്യയുടെ തന്നെ വേറൊരു പടമുണ്ട്, അതിൻ്റെ പേര് പറയണം, അതിൻ്റെ പേര് ഭഗവൻ കേസരി എന്ന് പറഞ്ഞൊരു പടമാണ്. ഇത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഭഗവൻ കേസരിക്കകത്ത് പുള്ളിയുടെയിലും ഒരു വെപ്പൺ അല്ലാതെ മറ്റേ ഫൈറ്റിൻ്റെ ഇടയ്ക്കൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. വിജയും ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വെറൈറ്റി സാധനം. ഞാൻ മുമ്പ് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെയുള്ള ഡിസൈനൊക്കെ ഉള്ളൊരു സാധനം, ഒരു വാക്കത്തി പോലത്തെ ഒരു സാധനം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല. പിന്നെ ഭഗവൻ കേസരിക്കകത്തും ഒരു അനിയത്തിയുണ്ട്, മറ്റേ
അനിയത്തി ഞാൻ പറയാം. പിന്നെ ഭഗവാൻ കേസരിക്കകത്ത് പുള്ളി ജീപ്പിനകത്ത് വരുന്നുണ്ട്. ഈ അനിയത്തി ഇതിനകത്ത് മറ്റേ അവള് തല്ലുകൊള്ളുമ്പോൾ അണ്ണൻ ബൈക്കിൽ വരുന്നു. അതിനകത്ത് പുള്ളി ജീപ്പിലെങ്ങാണ്ട് വരുന്നത്. പുള്ളി അതിനകത്ത് അമറി കീറുന്നുണ്ട്. ഇതിനകത്ത് വിജയ്, പക്ഷെ വിജയ് ഫൈറ്റ് ചെയ്തപ്പോൾ ഒരു ക്ലാസ്സിൽ ടച്ച് തോന്നി. പുള്ളി ചെയ്തപ്പോൾ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി, സത്യം പറയാം. അതൊക്കെ കട്ട ഡിഫറൻസ് ആണ്. പക്ഷെ കഥ വ്യത്യാസമുണ്ട്. പക്ഷെ കുറച്ച് പോർഷനൊക്കെ അതേപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഭഗവൻ കേസരി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാതെ പോയാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഭഗവൻ കേസരി കണ്ടവർക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യമേ തോന്നും, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നിങ്ങളെ നേരെ നോക്കിക്കൊണ്ട് ഇത് ഏതോ ഒരു പടത്തിൻ്റെ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഭഗവൻ കേസരിയാണ്. കാരണം പുള്ളി അതിനകത്തൊരു പ്രത്യേകമായൊരു വെപ്പണല്ല, ഒരു ആക്കത്തി പോലത്തെ ഒരു സാധനം തന്നെ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വിജയിക്കുന്ന ഒരു സാധനമുണ്ട്. പുള്ളി രണ്ടാമത്തെ മിനിറ്റ് നക്കുന്നു, പിന്നെ തുടക്കത്തിലും ആ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, കാണാം. തുടക്കത്തിൽ ഒരു ആനയുടെ സാധനമുണ്ട്. ഒക്കെ അണ്ണന് നല്ലൊരു ഹൈപ്പ് കൊടുത്തേക്കുന്ന ഒരു സാധനമാണ്. കൊള്ളാം, രസമുണ്ട്. ട്രെയിലറുണ്ട്. വലിയ കുറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കട്ട മാസ പടമായിരിക്കും. വലിയ സ്റ്റോറി കാണും, ഭയങ്കര സ്റ്റോറിയൊന്നുമല്ല, കട്ട മാസമായിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ വിജയണ്ണൻ ഫാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അണ്ണൻ ഫാൻസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന മൂവിയാണ്. ഫാൻ മൂവിന്ന് തന്നെ വിളിക്കാം. അപ്പം എല്ലാവരും കാണാതിരിക്കുക, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ പോകും എന്ന് വിചാരിക്കുന്നു. അപ്പം പോയിട്ട് കണ്ടിട്ട് മൊത്തത്തിൽ പടത്തിൻ്റെ റിവ്യൂ ജാനുവരി 9 തന്നെ ഇടാം. അപ്പം ബൈ ഗൈസ്.